പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ ഇരുന്നു കൊണ്ട് ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് വചനശ്രവണത്തിനായി, വചനധ്യാനത്തിനായി കാത്തിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ കുരിശിൻ ചുവട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനുമായി തന്നിരിക്കുന്ന വചനം യേശയ്യായുടെ പുസ്തകം 38 അധ്യായം 17 തിരുവാക്യം. എൻ്റെ കഠിന വേദന എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അങ്ങ് എന്നെ സകല പാപങ്ങളും അങ്ങയുടെ പിന്നിൽ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എൻ്റെ ജീവനെ അങ്ങ് രക്ഷിച്ചു. എൻ്റെ കഠിന വേദന നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം മെനഞ്ഞെടുത്ത ഒരു രക്ഷാകര യാത്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ക്ലേശകാലത്തല്ലേ നമ്മൾ ദൈവാലയത്തിൽ പോകാൻ തുടങ്ങിയത്? ക്ലേശകാലത്തല്ലേ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്? ക്ലേശകാലത്തല്ലേ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പഠിച്ചത്? ക്ലേശകാലത്തല്ലേ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചത്? ക്ലേശകാലങ്ങളിലല്ലേ കുമ്പസാരക്കൂട്ടിലേക്ക് പോകാൻ അഭിലാഷവും ആഗ്രഹവും ഉണ്ടായത്? വലിയ വലിയ വേദനയുടെ നടുവിലല്ലേ കൃപയുടെ മനുഷ്യരായി നമ്മൾ രൂപാന്തരം പ്രാപിച്ചത്? അതെ, ഒരു പക്ഷേ നമ്മൾ ഞെരുക്കപ്പെട്ടേക്കാം. ഈശോ പറയുന്നു, തളർന്നു പോകരുത്. ഒരു പക്ഷേ നമ്മെ ഓരോരുത്തരെയും വിഷമിപ്പിച്ചേക്കാം, എങ്കിലും നിരാശപ്പെടരുത്. ഒരു പക്ഷേ നമ്മെ അടിച്ചു വീഴ്ത്തിയേക്കാം, എന്നാൽ വീണെടുത്ത് കിടക്കരുത്, എഴുന്നേൽക്കണം. ഒരു പക്ഷേ നമ്മൾ പരാജയപ്പെട്ടേക്കാം, എന്നാലും പരിശ്രമം ഉപേക്ഷിക്കരുത്. തളർന്നു പോകാതെ, നിരാശയിൽ അകപ്പെടാതെ, വീണാലും എഴുന്നേറ്റ് പരിശ്രമം ഉപേക്ഷിക്കാതെ ദൈവസന്നിധിയിലേക്ക് അനുസ്യൂതം നമ്മൾ യാത്ര ചെയ്യണം. പ്രിയപ്പെട്ടവരെ, സർവശക്തിയും ഉപയോഗിച്ച് തന്നെ താഴേക്ക് വലിച്ചിറക്കാൻ ശ്രമിക്കുന്ന ഭൂമിയുടെ ആകർഷണ ശക്തിയെ തകർത്തുകൊണ്ടല്ലേ ഓരോ പ്ലെയിനും ഉയരങ്ങളിലേക്ക് പറക്കുന്നത്? ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഭൂമി അതിനിങ്ങനെ കീഴോട്ട് പിടിച്ചു വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചു വച്ചിരിക്കുന്ന ഇന്ധനത്തിന് ശക്തി കൊണ്ട് ഉയർന്ന് ഉയരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതുപോലെ തന്നെ സാഹചര്യങ്ങളോ വ്യക്തികളോ ചില ചിന്തകളോ ഇവയെല്ലാം നമ്മെ അടിക്കടി പരാജയത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ആകാശത്തിലേക്ക് പറന്നുയരുന്ന പ്ലെയിൻ പോലെ നമ്മൾ കുതിച്ചുയരണം, നമ്മൾ വളരണം. എൻ്റെ മകളെ, അപരന് സന്തോഷം രചിക്കാൻ പെൻസിലിൻ്റെ തുമ്പത്തുള്ള കൂർത്തുള്ള മുനയാകണമെന്നില്ല. അപരൻ്റെ ദുഃഖം മായ്ക്കാൻ ഒരു റബ്ബറായിക്കൂടെ നിനക്ക്? ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അനേകം മക്കളുടെ കണ്ണുനീര് തുടച്ചുകൂടെ? അനുദിന ജീവിതത്തിൽ ഉന്നതരായവരാണെങ്കിലും എളിയവരാണെങ്കിലും തീയിലൂടെ നടക്കുന്ന ഒട്ടനവധി വ്യക്തിയുടെ കഥകൾ ഞാൻ ഓർക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിലും യുവജനങ്ങളാണെങ്കിലും ദമ്പതികളാണെങ്കിലും ശുശ്രൂഷകരാണെങ്കിലും
വൈദികരാണെങ്കിലും പ്രേക്ഷിതരാണെങ്കിലും ഒരു വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളെ കണ്ടിട്ടുണ്ട്. രണ്ട് വിധത്തിൽ അതിനെ പ്രതികരിക്കാം. ഒന്നുകിൽ ആ തീച്ചൂളയിൽ എണ്ണ ഒഴിച്ച് അതിനെ ആളി കത്തിക്കാം, അല്ലെങ്കിൽ ആ തീയെ മയപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. മയമുള്ള ആളുകൾക്ക് മയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അവരാണ് അനുഗ്രഹത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹീത ജീവിതത്തിന് 4 വഴികൾ. 4 വഴിയുണ്ട്. 4 വഴികൾ. അനുഗ്രഹീത ജീവിതത്തിന് 4 വഴികൾ. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഉള്ളിലേക്ക് കടന്നു വരിക, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വഴിയാണ് നമ്മുടെ ജീവിതത്തിലെ കൊഴിഞ്ഞുപോയ ഏടുകളെ മറിച്ചു നോക്കി ദൈവത്തിന് നന്ദി പറയുക. എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ കൊഴിഞ്ഞുപോയ ഏടുകളെ പെറുക്കിയെടുത്ത് നന്ദി പറയുക. നന്ദി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരവസാനമൊന്നും ഉണ്ടാകുകയില്ല. അമ്മയുടെ ഗർഭപാത്രം മുതൽ ഈ നിമിഷം വരെ, ഇന്ന് വരെയും ദൈവം നൽകിയ ദാനങ്ങൾ, ദൈവം നൽകിയ കൃപകൾ, ദൈവം നൽകിയ വരങ്ങൾ ഓർക്കുവാനോ ഓർക്കെടുത്ത് നന്ദി പറയാൻ ആർക്കും സാധിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നന്ദി പറയുക. സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ തന്നതിന് ഓർത്ത്, നല്ല ദൈവവിശ്വാസം നൽകിയതിന് ഓർത്ത്, ഇത്രയെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയതിന് ഓർത്ത്, ഇത്രയെങ്കിലും കഴിവുകളെ വളർത്തിയതിന് ഓർത്തുകൊണ്ട് ദൈവം വർഷിച്ച നന്മകൾക്ക് നന്ദി പറയുക. നന്ദി പറയുക. ദ ബെസ്റ്റ് ഗിവിംഗ് ഈസ് ദ താങ്ക്സ് ഗിവിംഗ്. ദി ബെസ്റ്റ് ഗിവിംഗ് ഈസ് ദ താങ്ക്സ് ഗിവിംഗ്. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ, നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ. നമ്മൾ സാവധാനമൊക്കെ ഇരിക്കുമ്പോഴൊക്കെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ദൈവവചനം വായിക്കാനിരിക്കുമ്പോൾ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ദൈവമേ നന്ദി, നന്ദി സ്തുതി, നന്ദി സ്തുതി ഒന്ന് പറഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ അനുഗ്രഹത്തിൻ്റെ വഴിയാണ് കഴിഞ്ഞ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കൂടുതലായി ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുക. യേശയ്യായുടെ പുസ്തകം 40:31. ദൈവത്തിൽ ആശ്രയം വെക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ആര്? ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ. ചരിത്രത്തിൻ്റെ താടുകളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം നമുക്ക്. ന്യൂമോണിയ ബാധിച്ച്, പോളിയോ ബാധിച്ച്, മരണത്തോട് മല്ലടിച്ച് തളർന്നുപോയ ഒരു ജീവിതമാണ് വിൽമ റുഡോൾഫ്. ഒരു നീഗ്രോ കുടുംബത്തിലെ ഒരു പെൺകുട്ടി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ വിധി എഴുതി, ഇനി വിൽമയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, സാധാരണ കുഞ്ഞുങ്ങളെ പോലെ സഞ്ചരിക്കാൻ പറ്റില്ല. എന്നാൽ അവൾ തൻ്റെ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് നടക്കണം, എനിക്ക് ഓടണം, എനിക്ക് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ഒരു ഓട്ടക്കാരിയായി മാറണം,
എനിക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ ഈ പ്രാർത്ഥന ദൈവം കേട്ടു. 9 വയസ്സായപ്പോൾ അവൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. 13 വയസ്സായപ്പോൾ അവളുടെ ഊന്നുവടി വലിച്ചെറിഞ്ഞു. 16-ാമത്തെ വയസ്സിൽ അവൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 20-ാമത്തെ വയസ്സിൽ ഒളിമ്പിക്സിൽ 3 മെഡൽ അവൾ നേടിയെടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിലും ആത്മാവിലും തളർച്ച വരുമ്പോൾ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ നിന്നെ വീണ്ടും പടുതുയർത്തും. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 5-ാം വാക്യം. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. വചനം വിശ്വസിച്ച് ഏറ്റുപറയുക. വചനം വിശ്വസിച്ച് അധികാരത്തോടെ ഏറ്റുപറയുമ്പോൾ അത് സംഭവിക്കും. ദൈവമായ കർത്താവാണ് പറഞ്ഞത്, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങളെ ഞാൻ ജീവിപ്പിക്കും. ദൈവത്തിൽ ആശ്രയം വെച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ആത്മാവിൽ ഉയരാൻ സാധിക്കണമെങ്കിൽ, ശിരസ് ഉയർത്തി നമുക്ക് നിൽക്കാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ വേദനകൾ, നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധനായിരിക്കുന്ന ഫ്രാൻസിസ് അസിസി പുണ്യവാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ഉടുതുണി പോലും പിതാവിന് അഴിച്ചു വെച്ചുകൊണ്ട് ഇതാ ദൈവത്തിൻ്റെ പിന്നാലെ പോകുകയാണ്. വളരെ പ്രശസ്തിയിൽ കോളേജ് പ്രൊഫസറായിരുന്ന ഫ്രാൻസിസ് സേവിയർ രാജിക്കത്ത് എഴുതി വെച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വളരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഭാരം കുറയണം. എന്നാൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള യാത്ര സുഗമമായി തീരുക. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, ദൈവത്തോട് നന്ദി പറയണം. 2, ദൈവത്തിൽ കൂടുതലായി ആശ്രയം വയ്ക്കണം. 3-മതായിട്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് നോക്കി പ്രതീക്ഷയോടെ ഭാവിയെ ക്രമപ്പെടുത്തണം. ദൈവത്തിൽ ആശ്രമിച്ചാൽ മാത്രം പോരാ, ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പൗലോസ് ശ്ലീഹ ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തെ നാം വായിക്കുന്നു, എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ച് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. എൻ്റെ പിന്നിലുള്ളവയെ ഞാൻ വിസ്മരിച്ച് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ സാക്ഷി നൽകിയ ആൻലി ആൻ്റണി എന്ന് പറയുന്ന മകൾ, ഞാൻ +1 സയൻസ് വിഷയമാണ് എടുത്തത്. എനിക്ക് ഫിസിക്സ് വിഷയം വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ആദ്യ പരീക്ഷയിൽ 18 മാർക്ക് മാത്രമേ ലഭിച്ചത്. പാസ്സാവണമെങ്കിൽ 36 മാർക്ക് വേണം. ഞാൻ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതി, എന്നിട്ടും മാർക്ക് ലഭിച്ചില്ല. അങ്ങനെ അവസാന പരീക്ഷയുടെ സമയത്ത് എൻ്റെ അമ്മ ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി മാതാവിൻ്റെ മുമ്പിൽ ഇരുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം പാട്ടത്തച്ഛനെ കണ്ടു, ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇവിടുന്ന് കൊടുത്ത പ്രാർത്ഥന ഞാൻ തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥന ചൊല്ലി. തോൽക്കുമെന്ന് വിചാരിച്ച് എഴുതിയ ഫിസിക്സ് വിഷയത്തിൽ മാത്രം എനിക്ക് 100-ൽ 100 മാർക്ക് തന്നാണ് ദൈവം അനുഗ്രഹിച്ചത്. ഇതൊരു പ്രതീക്ഷയാണ്. എങ്ങനെ? മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഒരു പുരോഹിത ആശീർവാദം ഏറ്റുവാങ്ങി ധ്യാനത്തിൽ സംബന്ധിച്ചു. പഠന പരീക്ഷ വിജയത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി. ആൻലി ഇത് സാക്ഷ്യം പറയുന്ന സമയത്ത് അമ്മയും മകളും കരയുകയാണ്. എന്തുകൊണ്ടാണ്? തൻ്റെ ഭാവി അവൾ ക്രമമായി ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ്. പ്രതീക്ഷയോടെ ഭാവിയെ ക്രമപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഉന്നതമായ വിജയം നൽകാൻ ദൈവം തിരുവുള്ളമാകാം.
നമ്മുടെ ജീവിതത്തിലും നമ്മോട് പറയുന്നു, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. 119 സങ്കീർത്തനം 71 തിരുവാക്യം പഠിപ്പിച്ചു തരികയാണ്, ദൈവമേ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. 2 കൊരിന്ത്യർ 4:17 നാം വായിക്കുന്നു, നിങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവിടെ ഫലമോ അനുപമമായ മഹത്വമാണ്. വലിയ മഹത്വത്തിലേക്ക് നടക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ ക്ലേശങ്ങൾ നിനക്ക് ഏറ്റെടുത്തുകൂടെ? ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. വലിയ വലിയ നന്മകൾ ഉണ്ടാകാൻ ചെറിയ ചെറിയ ക്ലേശങ്ങൾ ആരൊക്കെ ഏറ്റെടുക്കുന്നുവോ അവരൊക്കെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെയാണ് നീങ്ങുന്നത്. അവസാനമായി നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി നമ്മിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുക. മനസ്സിലായോ? എന്നിലേക്ക് തന്നെ ഞാൻ തിരിഞ്ഞു നോക്കി ദൈവത്തെ കണ്ടുമുട്ടുക. ഈശ്വരനെ തേടി അലഞ്ഞ ഒരു മനോഹരമായ ഗാനം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചുണ്ടുകളിലും നമ്മുടെ അധരത്തിലും നടന്നത് പാടിയത് നാം ഓർമ്മിക്കുന്നില്ലേ? എന്നിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ മാമോദീസായിൽ കിട്ടിയ ദൈവത്തിന്റെ ആത്മാവ്, സ്ഥൈര്യലേപനത്തിൽ കിട്ടിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കുംഭസാരത്തിലും വിശുദ്ധ കുർബാനയിലും കിട്ടിയ പരിശുദ്ധാത്മാവ്, വിവാഹത്തിലും കൂദാശയിലും പൗരോഹിത്യത്തിലും കിട്ടിയ ആ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം, നാം ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ? ആ ദൈവത്തെ അനുഭവിക്കാൻ നമ്മൾ മെനക്കെടണം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം, എൻ്റെ കൂടെ നയിക്കുന്ന ദൈവം, എന്നെ എപ്പോഴും നിയന്ത്രിക്കുന്ന ആ ദൈവത്തെ കണ്ടുമുട്ടാൻ നീ എന്നിലേക്ക് തന്നെ തിരിയണം. എൻ്റെ കുറവുകളിലേക്ക് നീ കടന്നു ചെല്ലണം. എൻ്റെ കുറവുകളിലേക്ക് കടന്നു ചെന്ന് ആ കുറവുകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. എൻ്റെ കഴിവുകളിലേക്ക് കടന്നു വന്ന് എൻ്റെ കഴിവുകളെല്ലാം ദൈവത്തിന് സമർപ്പിക്കണം. എൻ്റെ കണ്ണുനീരിലേക്ക് കടന്നു വന്ന് ആ കണ്ണുനീര് മുഴുവൻ കർത്താവിന് സമർപ്പിക്കണം. ഓസിയയുടെ പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, അന്നു നിന്നെ ഞാൻ വശീകരിച്ച് വിജനമായൊരു ദേശത്തേക്ക് കൊണ്ടുവരും, അവിടെ വെച്ച് നിന്നോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും, നിന്റെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോപ്പുകൾ അവിടെ വെച്ച് ഞാൻ നിനക്ക് സമ്മാനിക്കും. അന്നു നിന്നെ ഞാൻ വശീകരിച്ച് വിജനമായ ദേശത്തെ കൊണ്ടുവരും, അവിടെ വെച്ച് നിന്റെ നഷ്ടപ്പെട്ടു പോയ മുന്തിരിത്തോപ്പുകൾ ഞാൻ നിനക്ക് സമ്മാനിക്കും. അതിനെന്ത് വേണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കണം. 4 കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. നെപ്പോളിയൻ ഒന്നാമൻ വലിയ യുദ്ധവീര പരാക്രമിയായിരുന്നു. അദ്ദേഹം യുദ്ധം ചെയ്ത് രാജ്യങ്ങൾ ഓരോന്നായി അദ്ദേഹം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ കീഴടക്കി കഴിഞ്ഞാൽ രാജാക്കന്മാർ രാജകൊട്ടാരത്തിലേക്കാണ് പോകുക. എന്നാൽ നെപ്പോളിയൻ ഒന്നാമൻ രാജാവ് വിജയം കൈവരിച്ചു കഴിയുമ്പോൾ പട്ടാളക്കാരുടെ കൂടെയാണ് താമസിക്കുന്ന ഒരു കൂടാരത്തിൽ. ഇത് പട്ടാളക്കാരുടെ ഇടയിൽ സംസാര വിഷയമായി. ഇതാ രാജാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്നു, രാജാവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. യേശുവേ പ്രിയപ്പെട്ടവരെ, വെളിപാട് 21:3 നാം വായിക്കുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണമുണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ
വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സാധിക്കുമെങ്കിൽ ഈ വചനം നമ്മുടെ മുറിയിൽ എഴുതി വെക്കണം. വെളിപാട് 21:3. ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഒരു രാജാവ് വിജയശ്രീലാളിതനായി കടന്നു വരുമ്പോൾ രാജകൊട്ടാരത്തിൽ പോയി വിശ്രമിക്കുന്നതിന് പകരം പട്ടാളക്കാരുടെ ക്യാമ്പിൽ കഴിഞ്ഞുകൂടിയപ്പോൾ അതൊരു സംസാര വിഷയമായി. ദൈവമായ കർത്താവ് മനുഷ്യരൂപമെടുത്ത് മനുഷ്യ ഹൃദയങ്ങളിൽ വസിക്കാൻ വരുന്നു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനിമേൽ മരണമുണ്ടായിരിക്കുകയില്ല. ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അനുഗ്രഹത്തിൻ്റെ 4 വഴികൾ. 1, ദൈവത്തോട് നന്ദി പറയുക. നിരന്തരമായി നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. 2, ദൈവത്തിൽ ആശ്രയിക്കുക. ആശ്രയം വെച്ചുകൊണ്ടേയിരിക്കുക. 3, ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. സാമ്പത്തിക ജീവിതമായാലും ദാമ്പത്തിക ജീവിതമായാലും ശുശ്രൂഷ ജീവിതമാണെങ്കിലും ജീവിതത്തെ നീ ക്രമപ്പെടുത്തണം. അറിയാതെ ചോർന്നു പോകുന്ന ധാരാളം സമ്പത്ത്, അറിയാതെ ചോർന്നു പോകുന്ന ധാരാളം കൃപകൾ, അവയെ നേടിയെടുക്കണം. ദൈവമായ കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാഹമേ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ദൈവമേ, മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ദൈവത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടെത്തുവാൻ നീ കൃപ നൽകണമേ. ഇന്നത്തെ ഈ ധ്യാന ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളും അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ കടന്നു നീങ്ങി യേശുവിൻ്റെ പ്രിയപ്പെട്ട മകനും മകളും കുടുംബവുമായി തീരുവാൻ ഇടവരുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.